നമ്മുടെ ലൈഫിൽ തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒഴിവായി പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി. സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പലർക്കും ഇഷ്ടമില്ലാത്ത ജോലികളിലൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഗ്രാജുവലി അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക, അതിനായിട്ട് പരിശ്രമിക്കുക. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടേതല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. അതായത് എൻ്റേതല്ലാത്ത ഒരു സ്ഥലത്തും എനിക്ക് ഒരു സന്തോഷത്തോടെയോ കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡത്തോടെയോ നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടേതല്ലാത്ത സ്ഥലത്ത് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല. അവിടെ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുക. എപ്പോഴും അവിടെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ബാധ്യതയായിട്ട് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. പലർക്കും എന്ത് കണ്ടാലും മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞ ആയിട്ട് തോന്നും എന്ന് പറയുന്നത് പോലെ എത്ര നല്ലത് ചെയ്താലും അത് മറ്റുള്ളവർക്ക് മോശമായിട്ടും കുറ്റമായിട്ട് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടേതല്ലാത്ത ഒരു പ്ലേസിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒരിക്കലും നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തത്, നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത പാർട്ട്ണർ. അല്ലെങ്കിൽ ഈ പാർട്ട്ണർ എന്നുള്ളതിൽ ഫ്രണ്ട്ഷിപ്പ് ആകാം, ടോക്സിക് ആയിട്ടുള്ള ചില കുടുംബ ബന്ധങ്ങളാവാം. നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഒട്ടും വേർത്തല്ല, നിങ്ങൾ എത്ര നല്ലത് ചെയ്ത് കൊടുത്താലും അവരുടെ കയ്യിലായിരിക്കും 100% തെറ്റുകളും മിസ്റ്റേക്കുകളും. ഒരിക്കലും നിങ്ങളുടെ നല്ലതോ അല്ലെങ്കിൽ ഒന്നും നിങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും പറയാതെ എപ്പോഴും കുറ്റപ്പെടുത്തി എപ്പോഴും നെഗറ്റീവ് മാത്രം പറഞ്ഞ് നിങ്ങളെ താഴെ ഇടുന്ന ചില ആൾക്കാരുണ്ട്. ഒരിക്കലും ഒരു നിങ്ങളുടെ ഏറ്റവും മോശം അവസ്ഥയിൽ പോലും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും തരാത്ത, തളർന്നു കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ പെരുമാറുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒഴിവാകുക. അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇനിയിപ്പം കുടുംബ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ അവരാണ് ഇവരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ക്ഷമിച്ച് വീണ്ടും വീണ്ടും കൂടെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മാത്രമേ ഇല്ലാതാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് നല്ലതല്ലാത്ത സൗഹൃദങ്ങൾ. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ലത് തരുന്ന സൗഹൃദങ്ങളെ മാത്രം കൂടെ കൊണ്ടുപോവുക. ഒരിക്കലും നമുക്ക് ദോഷം തരുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ കൂടെയുള്ളവർക്കോ ഒക്കെ ദോഷം ചെയ്യുന്ന ഒരു ബന്ധങ്ങളും കൊണ്ടു നടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഒരു പരിധിയിൽ കവിഞ്ഞ് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ബന്ധങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാണ് നമ്മൾ കളയുന്നത്, അല്ലെങ്കിൽ ഇത്ര നാളും കൂടെ കൊണ്ട് നടന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കൂടെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം അവർ ചെയ്യുന്ന മോശം പ്രവർത്തികൾ കൂടി നമ്മളെ ബാധിക്കാനും ആ ഒരു പേര് നമുക്ക് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എത്രയും വേഗം ഒഴിവാകാനായിട്ട് നോക്കുക.